ഹേ ബേബ്സ് വെൽക്കം ബാക്ക്. ഈ ഒരു എപ്പിസോഡാണ് ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈ യൂണിവേഴ്സിലെ ഒരു ഡ്രാമയാണ് ഇതെന്ന്. അപ്പൊ അതിനകത്ത് ഒരുപാട് ഡ്രാമകളുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ 2 എപ്പിസോഡായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഡ്രാമ പെട്ടെന്ന് തീർന്നു പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കോണാന്നുണ്ടെങ്കിൽ ബുദ്ധിന്റെ അമ്മയെ പോയി ചെന്ന് മീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബുദ്ധിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധാന്നുണ്ടെങ്കിൽ അയ്യോ ഇത് കൂടുതലൊന്നും പറയാനൊന്നും വേണ്ട, ഞാൻ അകപ്പാടെ ഷൈ ആവുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ഷൈ ആവുന്നുണ്ടെന്നോ, നീ എന്തിനാ ഇത്ര അധികം ഷൈ ആവുന്നേന്ന്? അതോ എന്റെ അമ്മ ചെയ്യുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് മോശപ്പെട്ട പ്രൊഫഷനല്ലേ, നിനക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നമ്മുടെ കോണ്ടെടുത്ത് ചോദിക്കുമ്പോഴേ എന്ത് ബുദ്ധിമുട്ട്, നിന്റെ അമ്മ എന്ത് തെറ്റാ ചെയ്യുന്നത്, നിന്റെ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളെ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കുന്നു. ചില ആൾക്കാർ അതിന് നോൺസെൻസ് ആയിട്ട് എടുക്കും, ചില ആൾക്കാർ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് തെറ്റൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇമോഷണലി നിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതെല്ലാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല, അത് വളരെ വലിയ കാര്യമാണ് എന്നൊക്കെ നമ്മുടെ ബുദ്ധിന്റെ അടുത്ത് പറയുന്നുണ്ട്. ബുദ്ധാന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് ഓ അപ്പൊ പിന്നെ എന്റെ അമ്മ ചെയ്യുന്ന പ്രൊഫഷനിൽ അത് തെറ്റായിട്ടുള്ള പ്രൊഫഷണൽ അല്ലല്ലോ എന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ഏയ് അങ്ങനെയൊന്നുമില്ല, നീ അങ്ങനെയൊന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ആദ്യം നിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹം നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ കോണിന്റെ അടുത്ത് കോൺ അപ്പൊ പിന്നെ നീ വിശ്വസിക്കുന്നുണ്ടല്ലേ ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ? ആ ഞാൻ പകുതി വിശ്വസിക്കുന്നുണ്ട്, അത് മാത്രല്ല എന്നെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവിട്ടത് ആരാന്നറിയോ, മോക്കാണ്. മോക്ക് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്, കാരണം എന്റെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യമാണ് സംഭവിച്ചത്. പക്ഷെ നീ എന്നെ ഒരുപാട് അവോയ്ഡ് ചെയ്തു, എന്നെ ഇനി ഒരിക്കലും അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ കോൺ പറഞ്ഞിട്ട് ബുദ്ധിന്റെ കവിലേക്ക് ഒരു കുത്തു വെച്ച് കൊടുക്കുന്നുണ്ട്. തിരിച്ച് നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ കോണിന്റെ കവിലേക്ക് കുത്തു വെച്ച് കൊടുക്കാണ്. അടുത്ത സീനിൽ എമ്മിയും ബുദ്ധിനെയാണ് കാണിക്കുന്നത്. രണ്ടിനും കൂടി സ്റ്റഡി ഹാളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമില് ബുദ്ധിനാന്നുണ്ടെങ്കിൽ മോക്കിന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട്, നീ ആ ഒരു സാധനം കൊണ്ടേ കളഞ്ഞു എന്നൊക്കെ ചോദിച്ചുണ്ട്. ആദ്യം നമ്മുടെ ബുദ്ധിനാന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ കളഞ്ഞെന്ന്, ഇവനെന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇതും പറഞ്ഞിട്ട് ഇവനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നത് കാണുമ്പോൾ അടുത്തേക്ക് നമ്മുടെ എമിയാന്നുണ്ടെങ്കിൽ അതാ സ്ക്രിപ്റ്റിന്റെ കാര്യമാണ് പറയുന്നതെന്ന്. സ്ക്രിപ്റ്റോ, ആ ശരിയാണല്ലോ, അതെവിടെ പോയെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവന്റെ ബാഗ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബാഗിനകത്തുമില്ല. അയ്യോ അതെവിടെ പോയി, ഞാൻ മറന്നുപോയില്ലായിരുന്നല്ലോ, ഇതിപ്പോ എവിടെ പോയി സാധനം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ എമിയാന്നുണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് ക്ഷമിക്കണം, പുറത്താന്നുണ്ടെങ്കിൽ ഭയങ്കര അധികം വെയിലല്ലായിരുന്നു, അപ്പൊ പിന്നെ കവർ ചെയ്യാൻ എന്റെ അടുത്ത് വേറൊരു സാധനം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്റെ സ്ക്രിപ്റ്റ് എടുത്തു, ഇടയ്ക്ക് വെച്ച് അത് എന്റെ ലോസ് ആയി പോയി, അത് ഞാൻ പക്ഷെ മോക്കിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മോക്ക് നിനക്ക് മെസ്സേജ് ഇട്ടേന്നൊക്കെ എമ്മി പറയുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവിടേക്ക് ഫാങ് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് കേട്ടപാടെ തന്നെ ബുദ്ധാന്നുണ്ടെങ്കിൽ എമ്മി എടുത്ത് അയ്യോ എമ്മി എന്നെ ഒന്ന് രക്ഷിക്കടി പ്ലീസ് അടി, ഞാൻ എന്തുവാണെങ്കിലും ചെയ്യാന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ എമ്മിയാന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം മുതലെടുക്കുകയാണ്. ഓക്കെ എന്നാ പിന്നെ ഞാൻ നിന്നെ രക്ഷിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, നീ എനിക്ക് ഇഷ്ടപ്പെട്ട ടീ പോയിച്ചൊന്ന് വാങ്ങിച്ചോണ്ട് തരണമെന്നൊക്കെ. ഇദ്ദേഹം ബുദ്ധാന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ നിനക്ക് എന്ത് വേണേലും വാങ്ങിച്ചു തരാം, നീ എന്നെ ഫാങ്ങിന്റെ അടുത്ത് രക്ഷപ്പെടുത്തിയാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ക്യാഷിന് വേണ്ടി കൈ നീട്ടുന്നുണ്ട്. എമിയാന്നുണ്ടെങ്കിൽ എന്തോന്ന്, അതാ നിനക്കല്ലേ ടീ വാങ്ങിക്കുന്നത്, അപ്പൊ നീ തന്നെയല്ലേ ക്യാഷ് തരണ്ടേന്നൊക്കെ. അങ്ങനെ നമ്മുടെ എമിയാന്നുണ്ടെങ്കിൽ ബുദ്ധിന് ക്യാഷ് കൊടുക്കുന്നുണ്ട്. ബുദ്ധാന്നുണ്ടെങ്കിൽ ക്യാഷ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പൊ നമ്മുടെ എമിയാന്നുണ്ടെങ്കിൽ ഒരു ചിരി അങ്ങ് പാസ്സാക്കുന്നുണ്ട്, അവള് മനസ്സിൽ എന്തൊക്കെയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ടീ വാങ്ങിക്കാൻ അവിടെ ഇങ്ങനെ നടന്നു വരികയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ എമ്മിയുടെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത പാടെ തന്നെ നീ ഇപ്പൊ എവിടെ എത്തിയടാന്നൊക്കെയാണ് നമ്മുടെ എമ്മി ചോദിക്കുന്നത്. അതിന് മറുപടി ആയിട്ട് ഞാനിപ്പോ ഫ്രണ്ട് ഗേറ്റിന്റെ അടുത്ത് എത്താറായെന്ന്. അയ്യോ നീ ഫ്രണ്ട് ഗേറ്റിന്റെ അടുത്തേക്കൊന്നും പോവല്ലേ, ആ ഒരു ഫാങ്ങാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ വന്നിരിക്കുകയാണ് നിന്നെ കാണാൻ വേണ്ടിയിട്ട്, നീ ഒരു കാര്യം ചെയ്യും ബാക്ക് വഴി കൂടെ വരാൻ വേണ്ടി പറയുന്നുണ്ട്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ കോണിനെയും മൂക്കിനെയാണ്. അവർ രണ്ടുപേരും ഷൂട്ട് ചെയ്യാനുള്ള ലൈറ്റിന്റെയും ക്യാമറയെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് അവരാണെന്നുണ്ടെങ്കിൽ എമ്മിയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഈ എമ്മി ഇത് എവിടെ പോയി കിടക്കുവാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മോക്ക് പറയുന്നുണ്ട് എമ്മി പറഞ്ഞത് അവള് ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ ഉണ്ടെന്നാണെന്നൊക്കെ. അങ്ങനെ രണ്ടുപേരും ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടേക്ക് ബുദ്ധാന്നുണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിൽ വന്നിട്ട് കോണുമായിട്ട് കൂട്ടിയിടിക്കുകയാണ്. കോണിന്റെ കയ്യിലാന്നുണ്ടെങ്കിൽ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, അത് നേരെ നമ്മുടെ ബുദ്ധിന്റെ മേത്തേക്ക് വന്ന് വീഴുവാണ്. അപ്പൊ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ അയ്യോ സോറി എന്നൊക്കെ പറയുന്നുണ്ട്. ബുദ്ധാന്നുണ്ടെങ്കിലേ അതൊന്നും കുഴപ്പമില്ല, ഞാൻ ശ്രദ്ധിക്കാതെ ഓടി വന്ന് അതുകൊണ്ട് സംഭവിച്ചതെന്നൊക്കെ. നോക്കാന്നുണ്ടെങ്കിൽ നിനക്കിത് എന്താണ് പറ്റിയത്, നീ ഭയങ്കര ടെൻഷൻ അടിച്ചാണല്ലോ ഓടി വന്ന്, എന്താ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. ബുദ്ധാന്നുണ്ടെങ്കിൽ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അത് എമി എന്നൊക്കെ പറഞ്ഞിട്ട് ഓ എമിയുടെ കാര്യമാണെന്ന് പറഞ്ഞത്, എമിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എമി പറഞ്ഞത് അവള് ഫ്രണ്ട് ഗേറ്റിന്റെ അടുത്തുണ്ടെന്ന്. ഇദ്ദേഹം ബുദ്ധാന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നുണ്ട്, അവള് ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ ഉണ്ടെന്നോ, പിന്നെ അവൾ എന്റെ അടുത്ത് പറഞ്ഞതോ ബാക്കിൽ കൂടെ വരായിരുന്നു. ഓ പിന്നെ ഇതെല്ലാം അവളുടെ ഐഡിയ ആയിരുന്നല്ലേ. ഇപ്പൊ ഇവർ രണ്ടുപേരും മുമ്പേ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ കോയിൻസിഡൻസ് ആയിട്ട് എങ്ങനെയും കോണുമായിട്ട് മീറ്റ് ചെയ്യണമെന്നൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എമിയാന്നുണ്ടെങ്കിൽ ഒരു വഴി ഒരുക്കി കൊടുത്തതാണ്. നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പി ആവുന്നുണ്ട്. കോണാന്നുണ്ടെങ്കിൽ അപ്പോഴും ടെൻഷൻ അടിച്ച് അങ്ങ് നിൽക്കുകയാണ്. നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചുണ്ട്. നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. ആ നീ ഓക്കെയാണ്, പക്ഷെ ഞാൻ ഓക്കെ അല്ല, നിന്റെ ഡ്രസ്സ് നോക്കി ആകെപ്പാട് ഡേർട്ടി ആയി, വാ വന്ന് മാറാൻ നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബുദ്ധിനെയും പിടിച്ചോണ്ട് കോണ അവിടെ നടന്നു പോകുന്നുണ്ട്. നോക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് നോക്കി അങ്ങ് നിൽക്കുകയാണ്. നമ്മുടെ ബുദ്ധിനെ നേരെ കൊണ്ടുവരുന്നത് നമ്മുടെ കോണിന്റെ റൂമിലേക്കാണ്. അവിടേക്ക് വന്നിട്ടാന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വാഷ്റൂമിൽ പോയി ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ കണ്ണ് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ കണ്ണെടുക്കാതെ കോണെ തന്നെ നോക്കി സൈറ്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ കണ്ണിൽ കൂടെ സൈൻ കാണിക്കുന്നത് ഇവന് മനസ്സിലാവുന്നില്ല. ഇവനിങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ പിന്നെയും സൈൻ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇനി ഇവന്റെ അടുത്ത് സൈൻ കാണിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ഒച്ചത്തിൽ അങ്ങ് പറയുന്നുണ്ട്, ഡാ പോയി ഡ്രസ്സ് മാറിയിട്ടോ അതാ വാഷ്റൂം എന്നൊക്കെ. ഇതേക്ക് നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ഇല്ല വേണ്ട ഞാൻ ഇവിടെ തന്നെ ഡ്രസ്സ് മാറിക്കോളാന്ന് പറയുമ്പോഴേ ഒന്നും പറ്റത്തില്ല, പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറയുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സ് മാറിയിട്ട് വന്നിരിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് കൊണ്ടേ കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ മോക്കാന്നുണ്ടെങ്കിൽ ഇവന് വേറൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതാന്നുണ്ടെങ്കിൽ മോക്ക് കൊടുക്കാൻ വേണ്ടി
വേണ്ടി മറന്നുപോയി. ഇപ്പൊ ഈ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ കോണാണ്. മോക്കിനും അവന്റെ ബോയ് ഫ്രണ്ടിന്റെ ഇടയ്ക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അത് കാരണം അവനാന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് നിനക്ക് തരാൻ വേണ്ടി മറന്നുപോയി. എന്നാ ഈ ഒരു സ്ക്രിപ്റ്റ് വെച്ചോന്ന് പറഞ്ഞോണ്ട് നമ്മുടെ കോണാണെങ്കിൽ സ്ക്രിപ്റ്റ് ബുദ്ധിന് കൊടുക്കുന്നുണ്ട്. ബുദ്ധാന്നുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല, നോർമലി എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ. നോർമലിയോ അതെന്ത് കാര്യം എന്നൊക്കെ നമ്മുടെ കോൺ ചോദിക്കുമ്പോഴേ അതാ നമുക്കൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ സകല കാര്യങ്ങളും മറന്നു. നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കോണിന്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ മന്ദബുദ്ധിയാന്ന് തോന്നുന്നു, കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത പോലെ. അവനാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഓർത്ത് വെച്ചു, നാളെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് ഉണ്ട്, നീ സ്ക്രിപ്റ്റ് ഒക്കെ പഠിച്ചില്ല എന്നൊക്കെ ചോദിച്ചോണ്ട് ഇതേക്ക് നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഇനി അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ചെവിയില് ഇല്ല ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും പഠിച്ചില്ല എന്ന് പറയണേ. അയ്യോ സ്ക്രിപ്റ്റ് നീ പഠിച്ചില്ലേ, നാളെ അല്ലേ ഷൂട്ടിംഗ്, പെട്ടെന്ന് തന്നെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി നിൽക്കുന്നുണ്ട്. എമ്മി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് എന്തോ ഗിഫ്റ്റ് എനിക്ക് തരാനുണ്ടെന്ന്, അതെന്ത് ഗിഫ്റ്റാന്നൊക്കെ നമ്മുടെ കോൺ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത പോലെ അയ്യോ ഗിഫ്റ്റ്, എന്ത് ഗിഫ്റ്റ്, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് മറ്റേ അവൻ നിൽക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ ഓർത്തിട്ട് ഓ എമി പറഞ്ഞ ഗിഫ്റ്റ് അല്ലേ, ആ ഗിഫ്റ്റിന്റെ കാര്യമില്ലേ, അത് ഞാൻ ഷൂട്ടിംഗ് ടൈമിൽ തരാം, ഇപ്പോഴാന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ സമയമില്ല എന്ന് പറയുമ്പോഴേ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ആക്ച്വലി കോണിന് മാത്രമല്ല ഈ ഒരു സംഭവത്തിൽ എനിക്കും ഒന്നും മനസ്സിലായിട്ടില്ല, എന്ത് ഗിഫ്റ്റ് ഏത് ഗിഫ്റ്റ്, അതൊക്കെ എപ്പോ നടന്ന സംഭവമാണോ എന്തോന്ന്, ചിലപ്പോ ഇത് നമ്മുടെ എമിയുടെ ഐഡിയാസും എല്ലാം ആയിരിക്കും. അന്നേരം നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ആ ഒരു ഡോമിനെ പറ്റിയിട്ട് തിരക്കുന്നുണ്ട്. ഈ ഒരു ഡോം എങ്ങനെയുണ്ട്, സൂപ്പർ ആണെന്നൊക്കെ ചോദിച്ചുണ്ട്. ഓ ഈ ഒരു ഡോമിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇതിലൊരു AC ഉണ്ട്, ഒരു ബാത്റൂം ഉണ്ട്, രണ്ടുപേർക്ക് താമസിക്കുകയും ചെയ്യാം. പക്ഷെ എന്റെ കൂടെ ഉള്ള ആളെന്ന് പറയുന്നത് റെയറായിട്ട് ഇവിടെ വരത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതൊക്കെ പോട്ടെ, നീ എന്തിനാ എന്റെ അടുത്ത് അതിനെ പറ്റിയൊക്കെ തിരക്കിയത്, എന്ത് പറ്റി, നിനക്ക് ഇവിടെ വന്ന് നിൽക്കാൻ വല്ല പ്ലാൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഒട്ടും മടിയില്ലാതെ എനിക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഷൈ ആയിട്ട് പരസ്പരം നോക്കിയിട്ട് ഒരുമാതിരി നിന്നങ്ങ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം ഷൂട്ടിംഗ് ഡേ ആണ്. നമ്മുടെ എമിയാന്നുണ്ടെങ്കിൽ ചെന്നിട്ട് ബുദ്ധിന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് തന്നെ നമ്മുടെ മോക്കും കോണും നിപ്പുണ്ട്. ഫോൺ നോക്കുമ്പോഴാണെങ്കിൽ ബുദ്ധ നിന്നുകൊണ്ടാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത്. ഇവൻ തന്നെ പെട്ടെന്ന് പോയി ചെന്ന് ഒരു സ്റ്റൂളൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മോക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണ്ണെടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എന്തുവാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ സ്റ്റൂളിൽ ഇരുന്നോണ്ട് സ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്തേക്കാന്നുണ്ടെങ്കിൽ ലൈറ്റ് അടിക്കുന്നുണ്ട്. അയ്യോ നമ്മുടെ ആൾക്ക് ലൈറ്റ് അടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ചെന്നിട്ട് ആ ഒരു ലൈറ്റിന്റെ ഭാഗത്ത് വെച്ച് മറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധിന്റെ മുഖത്തേക്ക് ലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബുദ്ധിനാന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട്. ബുദ്ധാന്നുണ്ടെങ്കിൽ കുടിഞ്ഞിരുന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം എല്ലാവർക്കുള്ള ഡ്രിങ്ക്സ് ആയിട്ട് വരികയാണ്. ഡ്രിങ്ക്സ് കൊണ്ടുവരുന്നത് തന്നെ നമ്മുടെ കോണാണ്. അവന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അതെങ്ങനെയെങ്കിലും ബുദ്ധിന് കൊടുക്കാന്നുള്ളതാണ്. എല്ലാരും ഡ്രിങ്ക്സ് എടുത്ത് കഴിയുമ്പോഴേ ലാസ്റ്റ് ഒരു ഡ്രിങ്ക്സ് മാത്രം ബാക്കിയാണ്. അടുത്തന്നെ മോക്കുന്നിപ്പോണ്ട്. മോക്കാന്നുണ്ടെങ്കിൽ ഡാ നീ ആരെയാ നോക്കുന്നത്, എനിക്ക് ഡ്രിങ്ക്സ് താന്ന് പറഞ്ഞിട്ട് നമ്മളെ കോണ്ടടിച്ച് ചോദിക്കുമ്പോൾ കോണാന്നുണ്ടെങ്കിൽ ബുദ്ധിനെ നോക്കാണ്. അവൻ ഇത് എവിടെ പോയെന്നൊക്കെ ചോദിച്ചോണ്ട് മോക്കിനാന്നുണ്ടെങ്കിൽ കാര്യം മനസ്സിലായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, എന്ത് പറ്റി, അവന്റെ മേലെ നിനക്ക് വല്ല ക്രഷ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ആ ഡ്രിങ്ക്സ് എടുത്തിട്ട് ഇന്ന നീ ഇത് വെച്ചോന്നും പറഞ്ഞിട്ട് അത് നമ്മുടെ മോക്കിനെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. അടുത്ത സീനിൽ എമിയും ബുദ്ധും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ബുദ്ധാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ അടുത്ത എന്താ പ്ലാൻ എമി, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാന്ന് പറയുമ്പോഴേ എമിയാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്, നിന്റെ ഫോൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കോണിന് കൊടുക്കാൻ വേണ്ടി പോവാ, നീ ആണെന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്തിട്ടോ കിസ് ചെയ്തിട്ടോ നിന്റെ ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണ് ശരി തന്നെ, നീ അവനെ വളച്ചെടുത്തോണോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ. പെട്ടെന്ന് തന്നെ നമ്മുടെ എമിയാന്നുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് എനിക്ക് ഒട്ടും തന്നെ ഉറപ്പില്ല, പക്ഷെ എന്താ ഇപ്പൊ ചെയ്യാ, നമ്മളിപ്പോ ഇത് ചെയ്തല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ. അയ്യോ നീ എന്തൊക്കെയാ പറയുന്നത്, ഫസ്റ്റ് നീ പറഞ്ഞു നടക്കുന്നു, ഇപ്പൊ നീ പറയുന്നത് നടക്കത്തില്ല എന്നൊക്കെ. അതെന്തേലും ആട്ടെ, നമുക്ക് എങ്ങനെയും എന്തെങ്കിലും ചെയ്യാന്നൊക്കെ എമ്മി പറയുന്നുണ്ട്. പെട്ടെന്ന് ഇവനാന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ് ഒക്കെ വായിച്ചു നോക്കിട്ട് കൈ ഇങ്ങനെ പിടിക്കണോ എങ്ങനെ പിടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് പാവം നമ്മുടെ എമ്മിയുടെ കൈയാന്നുണ്ടെങ്കിൽ തിരിച്ചും പിടിച്ചൊക്കെ ഓടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാന്നുണ്ടെങ്കിൽ ഫാങ്ങിന്റെ ശബ്ദം കേൾക്കാണ്. ബുദ്ധു നീ അവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് പെട്ടെന്ന് തന്നെ എമ്മിയും ബുദ്ധു എന്നുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് അല്ലറി വിളിക്കുന്നുണ്ട്. ആ ഒരു ടൈമില് നമ്മുടെ ബുദ്ധിന്റെ കയ്യിൽ ഒരാൾ പിടിക്കുന്നുണ്ട്. ബുദ്ധു നോക്കുമ്പോഴാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ഇവന്റെ കൈയും പിടിച്ചു വലിച്ചോണ്ട് അങ്ങ് ഓടുവാണ്, കാര്യമൊന്നും പറയുന്നില്ല. അങ്ങനെ രണ്ടിനും കൂടി ഓടി സ്റ്റെപ്പിന്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. അവിടെ വന്ന് നിൽക്കുമ്പോഴും നമ്മുടെ ബുദ്ധ ശ്രദ്ധിക്കുന്നത് കോണാന്നുണ്ടെങ്കിൽ ഇവന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചേക്കാണ്. ഇവനിത് ശ്രദ്ധിക്കുന്ന കാണുമ്പോഴും നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൈയെടുത്ത് മാറ്റുന്നുണ്ട്. നീ എന്തിനാ എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നമ്മൾ ബുദ്ധി ചോദിക്കുമ്പോഴേ എനിക്ക് സംസാരിക്കാനൊന്നും ഉണ്ടായിട്ടല്ല, നീ ആണെന്നുണ്ടെങ്കിൽ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു പയ്യനാന്നുണ്ടെങ്കിൽ നിന്നെ തേടി അവിടേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ വിളിച്ചോണ്ട് വന്നതെന്നൊക്കെ പറയുമ്പോഴേ ഇവിടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഇവന്റെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പേടിയുണ്ടല്ലേ ആ ഒരു പയ്യന്റെ കാര്യത്തിൽ എന്ന് നമ്മുടെ കോൺ ചോദിക്കുമ്പോഴേ എനിക്ക് പേടിയുണ്ടെന്ന് നമ്മുടെ ബുദ്ധു പറയാണ്. അതേപോലെ തന്നെ എനിക്കും പേടിയുണ്ടെന്ന് നമ്മുടെ കോണും പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി പരസ്പരം മുഖത്തോട് നോക്കിയെന്ന് ചിരിക്കുകയാണ്. അടുത്ത സീനിൽ ബുദ്ധിനെ എമ്മിയാണ് കാണിക്കുന്നത്. ബുദ്ധിന്റെ കയ്യിലാന്നുണ്ടെങ്കിൽ കോൺ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ആലോചിച്ചിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ് പരിസരബോധം മറന്നുകൊണ്ട്. അടുത്തിരിക്കുന്ന എമ്മിയാന്നുണ്ടെങ്കിൽ അയ്യോ ഇത് എന്റെ ഫ്രണ്ടിന് ഇത് എന്തോ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അവളാന്നുണ്ടെങ്കിൽ തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബുദ്ധിന് ബോധം വരുന്നത്. അതൊക്കെ പോട്ടെ, നീ ഒരു റെസ്റ്റോറന്റ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നില്ലേ, ഇപ്പൊ ആ റെസ്റ്റോറന്റ് അടച്ചിട്ടേക്കാണല്ലോ, അതിന്റെ കാരണം എന്താന്നൊക്കെ നമ്മുടെ എമ്മി ചോദിക്കുന്നുണ്ട്. ഓ അതിന്റെ കാരണമാണോ, അവിടെ ജോലി ചെയ്തോണ്ട് ഷെഫാന്നുണ്ടെങ്കിൽ ജോലി നിർത്തിയിട്ട് പോയി, അതുകൊണ്ട് അടച്ചിട്ടേക്കുന്നതൊക്കെ. ഓ പാവം നമ്മുടെ മെക്ക് ഇനിയിപ്പോ എന്തോ ചെയ്യും, ഇനി പുതിയ ഷെഫിനെ കണ്ടുപിടിക്കണോ എന്നൊക്കെ നമ്മുടെ എമ്മി പറയുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഞാനിപ്പോ നിന്റെ അടുത്ത് ഒരു ബാഡ് ന്യൂസ് പറയാൻ വേണ്ടി പോവാന്നൊക്കെ നമ്മുടെ ബുദ്ധു പറയുന്നുണ്ട്. എമിയാന്നുണ്ടെങ്കിൽ ബാഡ് ന്യൂസോ, എന്തുവാടാ അത്, നീ എന്റെ ഫ്രണ്ടല്ലേ, നീ എന്തുവാനും തുറന്നു പറഞ്ഞോളാ നീ നമ്മുടെ എമ്മി പറയുന്നുണ്ട്. ബുദ്ധാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ടെൻഷൻ
ടെൻഷൻ അടിച്ച് അതോ ഞാൻ ഡോമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിന് ഇന്റർവ്യൂവിന് എന്നെ വിളിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടൊരു ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് തുള്ളിച്ചാടുവാണ്. അതൊക്കെ പോട്ടെ, നിന്നെ എന്തായാലും ഡോമിന്റെ ഇന്റർവ്യൂവിന് വിളിക്കാൻ വേണ്ടി പോവല്ലേ, അപ്പൊ പിന്നെ നീ അതിലെല്ലാം പാസ്സാണ്, അതിനൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എമിയാന്നുണ്ടെങ്കിൽ നമ്മുടെ ബുദ്ധിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഏതോ ഒരു ദൈവത്തിന്റെ മുമ്പിൽ പോയി ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ രണ്ടിനും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമില് അവിടേക്കാന്നുണ്ടെങ്കിൽ കോണിന്റെ കാറ് വരുവാണ്. കോണിന്റെ കാറ് കണ്ടപാട് തന്നെ രണ്ടിനും കൂടി ഒരു സ്റ്റെപ്പിന്റെ പുറവശത്ത് പോയി ചെന്ന് വിളിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ബുദ്ധാന്നുണ്ടെങ്കിൽ എമി എടുത്ത് പറയുന്നുണ്ട്, എമി നോക്കിയേ, ഞങ്ങളുടെ മൂന്നാമത്തെ കോൺസിഡന്റ് മീറ്റിംഗ് ആണ് നടക്കുന്നത് എന്നൊക്കെ. നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ വേറൊരു പയ്യന്റെ തോളത്ത് കൈയിട്ടുണ്ട് ഇറങ്ങി വരുവാണ്. ഇറങ്ങി വരുമ്പോൾ സംസാരിക്കുന്നുണ്ട്, പ്ലീസറാ നീ ഇത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മോക്കും ഉണ്ട്. അപ്പൊ ഇവരിങ്ങനെ നിൽക്കുന്നതൊക്കെ ബുദ്ധും എമിയും കാണുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ മോക്കിന്റെ റിലേറ്റീവ് ആണ് അവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അവനാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് വേണം, അതിന് വേണ്ടിയിട്ട് ഈ റിലേറ്റീവിന്റെ അമ്മയടുത്ത് സംസാരിക്കണം. അപ്പൊ റിലേറ്റീവ് കൂടെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചോണ്ട് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ എമിയും ബുദ്ധും കൂടി തെറ്റിദ്ധരിക്കുകയാണ് ഈ വന്നിട്ടുള്ള ആളും കോണും തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്. അങ്ങനെ നമ്മുടെ കോണും ബുദ്ധും തമ്മിലുള്ള മൂന്നാമത്തെ കോൺഫറൻസ് മീറ്റിംഗും കഴിഞ്ഞു. അങ്ങനെ അതിനുശേഷം നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ഫോണും പിടിച്ചോണ്ടിരിക്കുകയാണ്. അടുത്തേക്കാന്നുണ്ടെങ്കിൽ മോക്ക് വരുന്നുണ്ട്. മോക്കിന്റെ കയ്യിലാന്നുണ്ടെങ്കിൽ ഒരു പാക്കേജും ഉണ്ട്. ഈ ഒരു ഡ്രസ്സ് എന്നുണ്ടെങ്കിൽ നീ ബുദ്ധിന് മാറിയിടാൻ വേണ്ടി ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ആ ഡ്രസ്സാണെന്ന് പറഞ്ഞിട്ട് ഇതാന്നുണ്ടെങ്കിൽ നമ്മുടെ കോണിനെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ഒരുമാതിരി വല്ലാണ്ടായിരിക്കാണ്. നിനക്കിത് എന്താ പറ്റിയെന്നൊക്കെ മോക്കും ചോദിക്കുന്നുണ്ട്. അതെന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല, എന്തൊക്കെയോ മിസ്സിംഗ് ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിന്റെ ഇത് ആരാ ഏൽപ്പിച്ചത്, ബുദ്ധാന്ന് ഏൽപ്പിച്ചതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇത് എന്റെ ബുദ്ധൊന്നും അല്ല ഏൽപ്പിച്ചത്, എമ്മി ഏൽപ്പിച്ചതെന്നൊക്കെ. എമ്മിയോ, എമ്മി മാത്രം വന്നോളൂ, ബുദ്ധു വന്നില്ലേ എന്ന് പറയും നമ്മുടെ കോൺ ചോദിക്കുമ്പോഴേ ഇല്ല ബുദ്ധൊന്നും വന്നില്ല, എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് അവന്റെ കോൺടാക്ട് നമ്പർ വല്ലതും വേണോന്നൊക്കെ മോക്ക് ചോദിക്കുന്നുണ്ട്. ആ വേണമെന്ന് നമ്മുടെ കോണും പറയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന ബുദ്ധിനെ അവന്റെ അമ്മയാണ്. ബുദ്ധിന്റെ അമ്മയാന്നുണ്ടെങ്കിൽ ജ്യോതിഷിയൊക്കെ നോക്കി കഴിയുമ്പോൾ ആൾക്കാർക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അവരുടെ ഭാഗ്യമായിട്ട് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അടുത്ത് തന്നെ നമ്മുടെ ബുദ്ധു ഇരിപ്പുണ്ട്. അപ്പൊ ബുദ്ധിനാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. അവന്റെ അമ്മയടുത്ത് വരുന്ന ആൾക്കാർ മൊത്തം ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ അന്നേരം അവൻ ആലോചിക്കുന്നത് കോണാന്നുണ്ടെങ്കിൽ അവന്റെ അമ്മയെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവന്റെ അമ്മയെന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ, അവന്റെ അമ്മയ്ക്കാണെങ്കിൽ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള കഴിവുണ്ട്, അവന്റെ അമ്മ യാതൊരു തരത്തിലുള്ള തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ. അങ്ങനെ ഇവനാന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ടൈമിൽ നമ്മുടെ എമിയുടെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നുണ്ട്. എമിയാന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പയ്യനെ പറ്റി തിരക്കിടാ, ആ ഒരു പയ്യന്റെ പേര് ന്യൂവാന്നാണ്, അവനാന്നുണ്ടെങ്കിൽ മോക്കിന്റെ റിലേറ്റീവ് ആണ്, ഓണും ഇവനും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നാണ് നമ്മുടെ കോളേജിൽ എല്ലാരും പറയുന്നതെന്ന്. ഇതേക്കുന്ന ബുദ്ധാന്നുണ്ടെങ്കിൽ ഒന്നാമത് വിഷമിച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടെ എരുതിയിൽ എണ്ണ ഒഴിച്ചെടുക്കുകയാണ് നമ്മുടെ എമി. ഇവന് ഒന്നും കൂടി ഒന്ന് സാഡ് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ബുദ്ധിനെ എമിയാണ്. രണ്ടുപേരും ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ അവിടേക്ക് ഫാങ് വരുന്നുണ്ട്. ഫാങ്ങിന്റെ റോസും ഉണ്ട്, അതെടുത്ത് ടേബിളിന്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ എമിക്കാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ആ റോസ് എടുത്ത് പിച്ചി പറിച്ച് കളയുന്നുണ്ട്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫാങ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരാന്നുണ്ടെങ്കിൽ കരയുന്ന മട്ടിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. എമിയാന്നുണ്ടെങ്കിൽ അപ്പോഴും ഭയങ്കര കരച്ചിലാണ്. ആക്ച്വലി നമ്മുടെ ബുദ്ധു പോലും ഇങ്ങനെ കരയുന്നില്ല. അങ്ങനെ രണ്ടിനും കൂടി നടന്നു വരുന്ന വഴിക്കാന്നുണ്ടെങ്കിൽ കോൺ വന്ന് നിൽക്കുന്നുണ്ട്. കോണാന്നുണ്ടെങ്കിൽ എങ്ങനെയും ബുദ്ധുമായിട്ട് സംസാരിക്കണം എന്ന് എഴുതിയിട്ടാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ബുദ്ധു എമിയാന്നുണ്ടെങ്കിൽ ഇവനെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് നടന്നു പോവാണ്. കോണാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. അതിനുശേഷം ബുദ്ധാന്നുണ്ടെങ്കിൽ എമി എടുത്ത് പറയുന്നുണ്ട്, എമി ഞാൻ എന്തായാലും ആ റെസ്റ്റോറന്റ് ജോബാന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്യാൻ വേണ്ടി പോണ്, എന്തായാലും അവിടെ ഷെഫ് ഇല്ലല്ലോ, അപ്പൊ പിന്നെ ഞാൻ മാത്രം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മാത്രമല്ല അമ്മ എന്നെ പറ്റി ആലോചിച്ച് ഒരുപാട് വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ ഡോമിന്റെ കാര്യം അതും ശരിയായിട്ടുണ്ട്, ഇനിയിപ്പോ ഉടനെ തന്നെ ഞാൻ ഡോമിലേക്കൊക്കെ പോകണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എമിയാന്നുണ്ടെങ്കിൽ നീ ഡോമിലേക്ക് പോകേണ്ടി പോണോ, ഏത് റൂം ചൂസ് ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഇതുവരെ ഒരു ഐഡിയാസ് ഇല്ലാന്ന് നമ്മുടെ ബുദ്ധം പറയുന്നുണ്ട്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം കോണാന്നുണ്ടെങ്കിൽ റൂമിൽ വന്നിട്ട് ആലോചിക്കുന്ന ബുദ്ധിനെ പറ്റിയിട്ടാണ്. ബുദ്ധാന്നുണ്ടെങ്കിൽ തീരെ മിണ്ടാനും ചെല്ലുന്നില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഡോറിൽ ആരോ തട്ടുന്നുണ്ട്. കോണാന്നുണ്ടെങ്കിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴേ അവിടെ വന്നിട്ടുള്ള നമ്മുടെ ബുദ്ധാണ്. ബുദ്ധിനെ കണ്ട പാടത്തിന് കോണാന്നുണ്ടെങ്കിൽ ഷോക്കായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിന്റെ റൂം ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനായിരിക്കും എന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ബുദ്ധിനെ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ബുദ്ധ അത്രയും പറഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നിനക്കിത് എന്താ പറ്റിയത്, നീ എന്തിനാ വിഷമിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ കോണ് ചോദിക്കുന്നുണ്ട്. ബുദ്ധാന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിന്റെ അടുത്ത് എങ്ങനെ ചോദിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, നിന്റെ ബോയ് ഫ്രണ്ട് ഇവിടെ വന്ന് താമസിക്കാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ബോയ് ഫ്രണ്ടോ, എനിക്കങ്ങനെ ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലാന്ന് പറയണേ. ഇതൊക്കെ നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ സർപ്രൈസ്ഡ് ആയിട്ട് ബോയ് ഫ്രണ്ട് ഇല്ലാന്നോ, പക്ഷെ കോളേജിലുള്ള എല്ലാരും പറയുന്നുണ്ടല്ലോ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. അതേപോലെ ഞാനൊരിക്കൽ കണ്ടായിരുന്നു നീ ഒരാളുടെ ഷോർട്ടുമേ കൈയിട്ടോണ്ട് നിൽക്കുന്നതെന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ കുറച്ചേരം ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട്. അയ്യോ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള്, അവന്റെ പേര് ന്യൂവാന്നാണ്, എന്റെ ജൂനിയർ ആണ്, അതേപോലെ തന്നെ മോക്കിന്റെ റിലേറ്റീവ് ആണ്, ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇല്ലാന്ന് പറയണേ. ഇതേക്കുന്ന ബുദ്ധാന്നുണ്ടെങ്കിൽ അപ്പൊ പിന്നെ അങ്ങനെയാണല്ലേ കാര്യങ്ങള്, എന്നാ പിന്നെ നമുക്ക് രണ്ടൊക്കെ ഒരുമിച്ച് ഇവിടെ താമസിക്കാന്ന് പറയണേ. അപ്പൊ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ബുദ്ധിനെ ഒരിടത്തേക്ക് പിടിച്ചോണ്ടേ ഇരുത്തിയിട്ട് ഇനി എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല, നീ ഇനി മുതൽ എന്റെ ബോയ് ഫ്രണ്ട് ആവുന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ബുദ്ധാന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ചാടി എഴുതേക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇരിക്കുകയാണ്. അവനാന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവന്റെ അടുത്ത് ശരിക്കും ഇഷ്ടമുണ്ടോ എന്നൊക്കെ നമ്മുടെ കോണിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ബുദ്ധിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അന്നേരം അവനാന്നുണ്ടെങ്കിൽ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ആക്ച്വലി നമ്മളെ ബുദ്ധാന്നുണ്ടെങ്കിൽ കോണിനെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കോണിനാന്നുണ്ടെങ്കിൽ ബുദ്ധിനെ ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ
മോക്കാന്നുണ്ടെങ്കിലും ഒരിക്കൽ ഇവന് മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, എനിക്കാന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് തരാൻ വേണ്ടി പറ്റില്ല, ഞാനിപ്പോ തരാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടൈമിൽ നമ്മുടെ മോക്കാന്നുണ്ടെങ്കിലും ഗിഫ്റ്റായിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി പോകുമ്പോഴേ അവിടേക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺ വരുന്നുണ്ട്. കോണാന്നുണ്ടെങ്കിൽ വന്ന പടം തന്നെ കഴിഞ്ഞ ദിവസം നീ ഗിഫ്റ്റ് കൊടുത്തേന്ന് പറഞ്ഞിട്ട് ഞാനാന്നുണ്ടെങ്കിൽ അവനൊരു ഗിഫ്റ്റ് കൊടുത്തേപ്പുണ്ടായിരുന്നു, പ്ലീസ് ഈ ഒരു ഗിഫ്റ്റും കൂടി ഞാൻ കൊണ്ടേ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന മോക്കാന്നുണ്ടെങ്കിൽ നിനക്ക് അവനെ ഇഷ്ടാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പോയിച്ചെന്ന് പറഞ്ഞാ പോരെ, എന്തിനാ ഇങ്ങനെ വളഞ്ഞ വഴിയൊക്കെ പ്രയോഗിക്കുന്നതെന്ന്. ഇതേക്കുന്ന കോണാന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ ആ ഒരു ഗിഫ്റ്റും വാങ്ങിച്ചോണ്ട് നേരെ നമ്മുടെ ബുദ്ധിന്റെ അടുത്തേക്ക് വരുന്നത്. ആ ഒരു ഓറഞ്ച് കളർ മാർക്കർ കൊടുത്തേപ്പുണ്ടായിരുന്നല്ലോ, അത് നമ്മുടെ മോക്ക് കൊടുത്തതല്ല, നമ്മുടെ കോൺ കൊടുത്തായിരുന്നു. ഇപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് രണ്ടുപേരും ഇങ്ങനെ കണ്ണും കണ്ണും നോക്കിയിരിക്കുമ്പോഴ് നമ്മുടെ ബുദ്ധാന്നുണ്ടെങ്കിൽ കിസ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കോണാന്നുണ്ടെങ്കിൽ മാറിയിട്ട് വാ നിന്റെ ഡ്രസ്സൊക്കെ എടുത്തു വെക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ബോയ് ഫ്രണ്ട്സ് ആയി. പിന്നെ അതിനുശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടായിരുന്നല്ലോ, നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ടയർഡ് ആയിട്ട് അങ്ങനെ കിടക്കുമ്പോഴ് ബുദ്ധാന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വന്ന് കിസ് ചെയ്യുന്നത്. ഇപ്പൊ ആ ഒരു സീന് റിയൽ ആയിട്ട് നടക്കുവാണ്. നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴും ബുദ്ധാന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്ന് കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കോണാന്നുണ്ടെങ്കിൽ ബുദ്ധിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ബുദ്ധ ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ എന്നൊക്കെ. ഇത് സ്വപ്നമല്ല, ഇത് റിയൽ ആണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പിന്നെയും വെച്ച് കിസ് ചെയ്യാണ്. സോ ഈ ഒരു കിസ്സിങ് സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഡ്രാമ ഇവിടെ തീരുന്നത്. ആക്ച്വലി ഗൈസ് ഈ ഒരു ഡ്രാമയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഡ്രാമയായാലും ഒരുപാട് ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.